ഇന്ന് എനിക്ക് ഇവരുടെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കേൾക്കാം. ഹലോ, എന്താണ് തള്ള നിങ്ങളുടെ പ്രശ്നം? എനിക്കെന്താണ്? നീ എന്തിനാണ് ഇതിലൂടെ വരുന്നത്? ഞാൻ ജുമഅത്ത് പള്ളി വരും വായിക്കുളത്ത്. നിന്റെ മക്കളെ നിൽക്കാതെ നടക്കൂല ജീവിതത്തിൽ. അമ്മാവ് വിചാരിച്ച നീ നോക്കിക്കോ, നീ ചെണ്ടിയാവും. ചെണ്ടി നിന്റെ ചുമ്മാ പടക്കിച്ചാല് പറഞ്ഞത്. അയ്യോ, നിങ്ങൾ ബോംബെന്ന് ഏതാ മൈരന്റെ കൂടെ കിടന്നുണ്ടായതാണ് ഈ ഷാൻ എന്ന് പറയുന്നത്? നേരെ തന്നെയല്ലേ? നീ കുഴവന് 3-6-7 മാപ്പിളയായില്ലടി എനിക്ക്. നിനക്ക് എത്ര നീ 4-5 പേരെ ഒന്നിച്ച് എനിക്ക് കുഴവനെന്നില്ല, വേദനെന്നില്ല, ഒരേനെന്നില്ല, എല്ലാവർക്കും പറ്റി ഒന്നിച്ച് കുത്തിക്കയറ്റിയ അവരാത്തി 18 പടക്കുശാല. അയ്യോ, പടക്കുശാല സ്വന്തം പേരാണോ തള്ള ഈ വിളിക്കണേ? നിന്റെ പേര് പടക്കുശാല. നിന്റെ തള്ളയുടെ പേര്, നിന്റെ പേര്, നിന്റെ മോന്റെ പേരും അതാണടി അവരാതി. പിന്നെ നമുക്കും ചിരിപ്പൂലം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, നമ്മളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവര് ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഇത്രയും തെറി വിളിക്കുന്നത്. ഈ തള്ളക്ക് ജനിച്ചവനാണ് ആ ചെറുക്കൻ. അപ്പൊ പിന്നെ അവ അതിന്റെ അപ്പുറം വിളിക്കത്തില്ലേ? ഇതിന്റെ നടപടി നാളെ ഉണ്ടാവും. എന്നെ ഇങ്ങോട്ട് വിളിച്ച് പച്ചയായിട്ട് മറ്റൊരു എനിക്ക് 2 നമ്പറുണ്ടെന്ന്, പേഴ്സണൽ നമ്പർ. ആ നമ്പറിലാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കൊന്ന് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുമ്പോൾ ആ നമ്പറാണ് കിട്ടുന്നത്, പേഴ്സണൽ നമ്പറാണത്. അതിനകത്തേക്ക് വിളിച്ചിട്ടാണ് ഈ സർക്കസ് മുഴുക്കായിരുന്നു അങ്ങ് പറഞ്ഞത്. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ തള്ളയുടെ തെറിപ്പൂരം ഒന്നുമില്ല. എന്താണെന്നറിയാമോ? മോന് ഞവിടാൻ ഈ കുട്ടീനെ കിട്ടിയില്ല, അതിന്റെ വേദനയാ. ആ കുട്ടി അവിടെ വരണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി അവിടെ നിന്നാൽ മാത്രമേ ഈ നെജിലേക്ക് പൈസ കിട്ടുള്ളൂ. കുട്ടീനെ സ്കൂളിൽ വിടുന്നുണ്ട്, ഏത് CBSE സ്കൂളിൽ. അതിന്റെ ഫീസ് ഇനത്തിൽ ആരോ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പോ കുട്ടീനെ അവർ കൊണ്ടുപോയി ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തപ്പം ആ ഫീസ് ഇനത്തിൽ കിട്ടുന്ന പണം കിട്ടത്തില്ല. ഇതാണ് നെജിലയുടെ പ്രശ്നം. ഫീസ് ഇനത്തിൽ കിട്ടുന്ന ആ പണം നിഷേധിക്കപ്പെട്ടു. പിന്നെ കൊച്ചിന് ഉടുപ്പ് വാങ്ങിക്കാനെന്നും കുലുസ് വാങ്ങിക്കാനെന്നും മാല വാങ്ങിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. അതും അങ്ങ് നിർത്തി കൊച്ചപ്പുറത്തായപ്പം. അല്ലാണ്ട് മകളോടുള്ള പ്രണയമല്ല. 2, അവക്ക് നല്ല ബോധ്യമുണ്ട് ഷാൻ ആ കൊച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. പബ്ലിക്കിലിട്ട് വലിച്ചു കീറി സമൂഹത്തിന്റെ മുമ്പ് ഒരു കൊള്ളരുതാത്തോളായിട്ട് ചിത്രീകരിച്ചു. ഇപ്പൊ എന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്റെ എതിർ കക്ഷികളാ. എന്നാൽ യൂട്യൂബിലെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ചാനലുകൾ യൂസ് ചെയ്യുന്ന, വലിയ ചാനൽ യൂസ് ചെയ്യുന്ന ഖാദർ കരിപ്പൊടി അതുപോലുള്ള ചാനലുകളെ ഇവർക്ക് ബന്ധപ്പെടാമായിരുന്നു. പക്ഷെ ഇവർ എന്താണ് ചെയ്തത്? എന്നെ എതിര് നിൽക്കുന്ന ആൾക്കാരാ എൻ്റെ മകളുമായിട്ട് കൂട്ടിമുട്ടിച്ചു, കമന്റുകൾ ഇടിയിപ്പിക്കുന്നു. എന്ത് കമന്റാണ് ഇടുന്നത്? എൻ്റെ വാപ്പ തന്നതാണ്, നിന്റെ വാപ്പ എവിടെ നിന്ന് വന്നു? 10 വർഷം നിന്റെ വാപ്പ ഏറ്റിരുന്നു എങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ചെലവിന് തന്നിരുന്നു എങ്കിൽ. നീ കമന്റിൽ എഴുതി പിടിപ്പിച്ചു ഷാഹിദ ജമാലുദ്ദീൻ. അത് എൻ്റെ മകൾ എഴുതി പിടിപ്പിച്ചതാണെങ്കിലും എൻ്റെ ജന്മം നൽകിയ തള്ളേറെ തലമണ്ടയിൽ ഉദിക്കുന്നതാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കയറി ഒരു കുട്ടി കളിക്കുമ്പോൾ കമന്റ് ഇടുമ്പോൾ അത് തെറ്റ് തന്നെയാണ്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, പബ്ലിക്കിലല്ല, അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. നീ ലാസ്റ്റ് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് എൻ്റെ തള്ള എനിക്ക് ഭീഷണികളുമായിട്ട് വന്നു തുടങ്ങിയത്. ആ കുട്ടീനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ പറയുന്ന ബാലാവകാശ കമ്മീഷനാണ്. ഇതിൽ 2 സെക്ഷൻ ഉണ്ട്. അതിൽ ഒരു സെക്ഷനിൽ കുട്ടികളെ കൊണ്ടുവന്ന് അവരുടെ മൊഴിയെടുത്ത് കുഞ്ഞുങ്ങളെ അവര് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് എന്ന് പറയില്ലേ, ഒരു ദുർഗുണപരിഹാര പാഠശാല അതുപോലത്തെ മറ്റൊരു ഫോമാണ്, ഇതാണ് ചൈൽഡ് ലൈൻ എന്ന് പറയും. അവിടേക്ക് കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ചൈൽഡ് ലൈൻ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെയല്ല ഞങ്ങൾ കൊടുത്തത് സോഷ്യൽ മീഡിയ ത്രൂ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യത്തെ കൺഫ്യൂഷൻ പള്ളിക്കൽ എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. തിരുവനന്തപുരം ജില്ലയാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് തിരുവനന്തപുരം ജില്ലയിലേക്ക് കൊടുത്തതും അവിടെ ഇതിനെ ഇനിഷ്യേറ്റീവ് എടുത്തതും. നിങ്ങൾ അത്ര ഈസി ഒന്നുമല്ല ഈ ഒരു സർക്കാർ സ്ഥാപനത്തിൽ പോയി ഈ ഒരു കാര്യം നമ്മൾ പേപ്പർ വർക്ക് കറക്റ്റ് ചെയ്ത് ഇത് എടുക്കുക എന്നുള്ളത് ഈസി അല്ല. എത്ര ദിവസത്തെ എൻ്റെ എഫേർട്ടാണെന്ന് അറിയാമോ? അപ്പൊ ഈ കുട്ടിയുടെ കേസിൽ നമ്മൾ പരാതി കൊടുത്തു. അതേപോലെ അവളുടെ അപ്പൻ അവളെ ടേക്ക് കെയർ ചെയ്യാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അവരും മുമ്പോട്ട് കൊടുത്തു. അവർക്ക് കൊണ്ടുപോകണമെന്നില്ല, അമ്മമ്മയുടെ കയ്യിൽ കൊടുത്താൽ മതി, ചെലവിന് വേണമെങ്കിൽ അയാൾ കൊടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് കുട്ടീനെ നമ്മൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? ദിനം പ്രതിയുള്ള അടി ഇന്നും ഇപ്പോഴും ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ആ കുട്ടികളെ എടുത്തിട്ട് അടിക്കുകയാണ്. ദിനം പ്രതി ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയാണ്.
മാനസികമായിട്ട് എന്തോ തകരാറുള്ള ഒരാളാണ് നജില. ഷെഫീനയുടെ വീട്ടിൽ കയറി ആഭാസത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുവോ? ഈ പറയുന്ന ആരായാലും വെറുതെ ഇരിക്കുവോ? മകൾ പോയ ദുഃഖത്തിലായിരിക്കാം ഈ മാതിരിയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ശരിക്കും മകള് അവളുടെ ഇഷ്ടത്തിനാണ്, ഒരാൾ പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതല്ല ആ കുട്ടിയെ. ആ കുട്ടിയുടെ അടുത്ത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമൊന്നും അല്ലല്ലോ. ആ കുട്ടിക്ക് എന്താണോ മനസ്സിലുള്ളത് അതാണ് അവിടെ പഞ്ചായത്തിൽ പോയി പറയുകയും ഉമ്മയുടെ കൂടെ നിൽക്കണം, ഉമ്മച്ചമ്മയുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി പോയത്. അതിന് നെജിലയ്ക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല എന്നൊക്കെ ചില സമയത്ത് വന്ന് പറയുന്ന കേൾക്കാം. എത്രയായാലും വിഷമം ഉണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ വയലന്റ് ആയിട്ട് ഓരോന്നൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അത് നെജിലയ്ക്ക് തന്നെയല്ലേ പ്രശ്നം. അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കിടന്ന് വിളിച്ചിട്ട് പച്ചത്തെറി വിളിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ ഗ്രേഡ് അതാണ്. ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ട് ബീനെ പറ്റി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കാം. ഹലോ, പിന്നെ എന്തിനാണ് ആ പന്നിയുടെ മോള്? ഞാൻ പറഞ്ഞ് എനിക്ക് സുഖമില്ലാത്തവളാണ്, എനിക്ക് സ്റ്റോക്കൊക്കെ വന്ന് ഒവളൊന്ന് ചീത്ത, പിന്നെ ഞാനും കൊടുത്തു. അയ്യോ, ഇവളിങ്ങനത്തെ അമ്പ്രച്ചാടിയ മോളെ, എനിക്ക് അറിയത്തില്ല, നിന്റെ അടുത്ത് നമ്പർ തരാം. ഭയങ്കര നാക്കാണ് അവക്ക്, അവളെ കെട്ടിയെടുക്കുന്ന നാക്ക് മോളെ. ഞാൻ പിന്നെ വയ്യാത്തോണ്ടാണ് നിസ്കരിച്ചിട്ട് ഞാൻ മൂത്രമൊക്കെ ഒഴിക്കാൻ പോയോണ്ടാണ് വിളിക്കെടുക്കാൻ ഞാൻ കേട്ടോ. സാരമില്ല, ആയിക്കോട്ടെ. അയ്യോ, ഇവളവടുക്ക ആരുമാണ്ട് കൂല അവളെടുക്ക. അവള് അമ്പലത്തിൽ ചാടി തന്നെ. അയ്യോ, എന്തെല്ലാം ഞാനും പറ്റില്ല മോളെ. പിന്നെ ഞാനും അങ്ങ് കൊടുത്ത് അവള് നാക്കടങ്ങട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവളൊക്കെ അറുപാണികള് 4 തൂങ്ങി കിടക്കുന്ന നായ്ക്കരിയും വെച്ച അമ്പലത്തിൽ ചാടികള്. ഈ തള്ളക്ക് ജനിച്ചതാണ് ഷാനു. ഈ തള്ള പറയുന്ന അടക്കള തെറി പിന്നെ അവൻ വിളിച്ചില്ലെങ്കിൽ അറിയുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നറിയാമോ ഇതൊക്കെ ഒരു തമാശയാണെന്ന്? ഡി, നീ സത്യം അറിഞ്ഞിട്ടേ നീ എടുന്ന് ഈ പബ്ലിക്കിലിടാവും. നീ ഇങ്ങനെ എന്നെ മാനഹാനിപ്പെടുത്തുന്നതും എന്നെ ഇങ്ങനെ ടോർച്ചറിങ് ചെയ്യുന്നതിനും എന്നെ സമൂഹത്തിൽ ഇത്രയും കൊള്ളരുതാത്തോളായിട്ട് ചിത്രീകരിച്ചതിനും നീ ഏതെങ്കിലും ഒരു പുരുഷൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ ലോഡ്ജിൽ കിടന്നിട്ടുണ്ട് എന്നെ 4 നീ ചെയ്യാവുന്നതിലപ്പുറം നീ ചെയ്ത് പടച്ചവൻ നിനക്ക് തരും. പിന്നെ ഷാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഞാനത് വാങ്ങിക്കൊടുത്തിരിക്കും. അത് ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും. കാരണം അങ്ങനെ ഒരു തെറ്റ് പബ്ലിക്കിൽ അനാവശ്യമായി ഇന്നലെ വീഡിയോസിൽ പറയുന്നത് കണ്ട് തേജോവധം ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അവൻ മദ്യപിക്കും എന്നൊരു തെറ്റല്ലാതെ ഒരു കുട്ടിയെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരാളിനെ പിടിക്കാനോ ഉള്ള ഒരു ടെൻഡൻസി ഒന്നും അവനില്ല. ഒരു മദ്യപിച്ചാൽ എവിടെയെങ്കിലും ബോധമില്ലാതെ കിടന്നുറങ്ങും. ഇത്തവണ നീ പെട്ട്, ബാക്കിയുള്ളവരെ പോലെയൊന്നുമല്ല. ഇവൻ ശരിക്ക് പെടുത്തിയവള, അതാണ് സത്യം. ഇവൻ ഒരു കാരണവശാലും അള്ളു പിടിച്ചാണോ വിട്ടുപോകത്തില്ല. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് ഇവന്റെ തള്ള ഒരുപക്ഷെ കുറച്ചുകൂടെ നീതിബോധമുള്ളവളാണെന്ന്. അവരാണ് നമ്പർ 1 ഫ്രോഡ്. എവളെ കയ്യിൽ നിന്ന് പിടുങ്ങി വേണം അവർക്കും കൊണ്ട് കൊടുക്കാൻ. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഇവൻ ഇങ്ങനെ ഒട്ടിക്കേറി നിൽക്കുന്നത്. ജോലിക്കൊന്നും പോവാതെ തിന്നും കുടിച്ചും പെടുത്തും അവിടെ കിടന്ന് ഈ സർക്കസ് അത്രയും കാണിക്കുന്നത്. ആ ഉമ്മാവാപ്പ ആ വീട് വിറ്റ് അവിടുന്ന് മാറിപ്പോകാനായിട്ട് നിൽക്കുകയാണ്. അവസ്ഥ ആലോചിക്കുകയാണ്. സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ഒരു ഉമ്മായും വാപ്പായും. ഒരു മകളെ പ്രസവിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ കുടുംബത്തിലെ ഓരോ മനുഷ്യരും നാണക്കേടിലാണ് ഉള്ളത്, ഓരോ മനുഷ്യരും വിഷമത്തിലാണ് ഉള്ളത്.